ഞാൻ ദേ വീട്ടിലുള്ള കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുക്കുവാണ്. കാരണം കുറച്ച് തിലോപ്പിയ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇന്ന് പൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ എക്സ്ട്രാ എടുക്കുവാണ്. അതിൽ നോർമൽ പച്ചമുളകിനേക്കാളും കൂടുതൽ ആഡ് ചെയ്യുന്നത് ഈ കാന്താരി മുളകാണ്. അങ്ങനെ അത്യാവശ്യം വേണ്ട പച്ചമുളകും കറി ലീവ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഫിഷിലേക്ക് പോവാം. ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്ന തിലോപ്പിയ ഫിഷ്. അത് ഓൾറെഡി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് കാന്താരി മുളക് തന്നെയാണ്. അതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കറി ലീവ്സ്, ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റ്. ആൻഡ് ഇത് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന കാന്താരി മുളക് രണ്ടായിട്ട് കട്ട് ചെയ്തത്, ഇത് ചെറിയ ഉള്ളി, ടൊമാറ്റോ, കുറച്ച് ഒനിയൻ, ഇതെല്ലാം കൂടി കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനടുത്തത് നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, ഇത് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാന്താരി മുളകാണ്. ആൻഡ് ഇത് ഗാർലിക് പേസ്റ്റ്. ഇതിന് പുറമെ നമ്മൾ കുറച്ച് നമ്മുടെ പൊടികൾ, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില ക്രഷ് ചെയ്തെടുത്തതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഇവിടെ കല്ലുപ്പ് ആയതുകൊണ്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപ്പ് ആഡ് ചെയ്തത്. ആൻഡ് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഫിഷിലൊന്ന് അപ്ലൈ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. മിനിമം മസാലയ്ക്ക് അതിൽ പിടിക്കാനായിട്ട് മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഇത് മാറ്റി വെക്കണം. അങ്ങനത്തെ എല്ലാ ഫിഷും മാരിനേറ്റ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിലാണ് ഇത് പൊള്ളിക്കാനായിട്ട് വാഴയിലെടുത്തില്ല. അപ്പോൾ അതിന് വാഴയില പോയി എടുക്കണം. സോ അതെടുത്തിട്ട് വരാം. അങ്ങനെ പോയി വാഴയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി വാഴയില ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഹാഫ് ഫ്രൈ ചെയ്താൽ മതിയാകും. ആൻഡ് ഫിഷ് എന്തായാലും ഫ്രൈ ആകുന്ന ടൈമിൽ നമുക്ക് മസാലക്കൂട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് പ്രിപ്പയർ ചെയ്യാം. സോ വേറൊരു പാൻ എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ, ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി, ഒനിയൻ, പിന്നെ കറിവേപ്പില, കാന്താരി മുളക്, ഇവയെല്ലാം കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒനിയൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 or 3 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതും കുറച്ച് നേരം ടൊമാറ്റോ ഒന്ന് പാകമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അതും ഒന്ന് 2 മിനിറ്റ്സ് വേവിക്കുക. ആൻഡ് ഇപ്പോൾ ടൊമാറ്റോ എല്ലാം മിക്സ് എല്ലാം നല്ല രീതിയിൽ പാകമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഫുൾ മിക്സ് ആയതിനു ശേഷം കുറച്ച് നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഇത് ഫുൾ മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് കുറച്ച് കറിവേപ്പില വേണേലും ആഡ് ചെയ്യാം. അപ്പോൾ പൊള്ളിക്കാനായിട്ടുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിലേക്ക് പോവാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് നേരെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് വന്നത്. ഇത് മാക്സിമം ഒരു 7 or 8 മിനിറ്റ്സ് കൊണ്ട് അത് റെഡിയാകും. ആൻഡ് ഫിഷ് ഇതേ ഹാഫ് ഫ്രൈ ആയാൽ മതിയാകും, ഡീപ്പ് ഫ്രൈ ചെയ്യരുത്.
സോ ഫിഷ് ഇത് ഫ്രൈ ആയിട്ട് ഹാഫ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കിതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച വാഴയില എടുക്കുക. അതിലേക്ക് നമ്മൾ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മസാലക്കൂട്ട് കുറച്ച് ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഫിഷ് വെച്ചിട്ട് ഫിഷിൻ്റെ പുറത്തും ഫിഷിനകത്തും ഒക്കെ ഈ മസാലക്കൂട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് പൊള്ളിക്കാനായിട്ട് രീതിയിൽ നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കണം. ദെൻ നമുക്കിനി ഈ ഫിഷ് ഒന്ന് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫിഷ് ഒന്ന് പൊള്ളിക്കാനായിട്ട് വെക്കുക. നമ്മുടെ 2 സൈഡും പൊള്ളിച്ചെടുക്കണം. ഓരോ സൈഡും 5 മിനിറ്റെങ്കിലും പൊള്ളിച്ചെടുക്കുക.